വേനൽ കടുത്തു. നാടെങ്ങും ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങുകയും പുഴകളിലും കിണറുകളിലും ജലനിരപ്പ് താഴുകയും ചെയ്തു. ജലദൗർലഭ്യം ഏറ്റവുമധികം ദുരിതം സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളാണ് ആർലഫാം പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകൾ. ആനയുടെ ആക്രമണ ഭീതി വർദ്ധിച്ചു വരുന്നതിനിടയിൽ ദൂരസ്ഥലങ്ങളിൽ പോയി കുടിവെള്ളം ശേഖരിച്ചു കൊണ്ടുവരിക എന്നത് പുനരധിവാസ മേഖലയിലെ ദുരിതം ഇരട്ടിയാക്കുന്നു. വെള്ളം വറ്റിത്തുടങ്ങിയതോടെ ആർളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 ലോറികളിലായി വെള്ളം എത്തിക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് കൂടുതലും 10-13 ബ്ലോക്കുകളിൽ. മറ്റു ബ്ലോക്കുകളിലെ ജലക്ഷാമം നേരിടുന്ന കുടുംബങ്ങൾ ദൂരസ്ഥലങ്ങളിൽ പോയി അല്പം വെള്ളമുള്ള കിണറുകളും പുഴയും തോടുകളും ആശ്രയിക്കുന്നു. പാലപ്പുഴ ഭാഗത്തു നിന്ന് ശേഖരിക്കുന്ന വെള്ളമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇത് പക്ഷേ കുടിവെള്ളമായി ഉപയോഗിക്കാനാവില്ല. അതിന് ദൂരങ്ങൾ താണ്ടണം. പുനരധിവാസ മേഖലയിൽ ജലനിധിക്ക് വേണ്ടി മുടക്കിയത് ലക്ഷങ്ങളാണ്. വൈദ്യുതി ബിൽ അടക്കാതായതോടെ അത് പാതിവഴിയിലായി. എല്ലാം നശിച്ചു തുടങ്ങി. കാടുകളിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ ഏറെ ദൂരം താണ്ടണം എന്നു മാത്രമല്ല, കാട്ടാനയുടെ മുന്നിൽ പെട്ടുപോകാം എന്നുള്ള ഭീതി വേറെയും. ശുദ്ധജലം കിട്ടാതായതോടെ കടുത്ത ദുരിതത്തിലേക്ക് നീങ്ങുകയാണ് ആറളം പുനരധിവാസ മേഖല.